മതി ഇവിടെ നിർത്തിക്കോ. എത്രയായി? 320. അത് നമ്മൾ ഇവിടെ ടൂറൊന്നും പോയില്ലല്ലോ, ഇവിടെ നിന്ന് ആശുപത്രി വരെയല്ലേ പോയുള്ളൂ. ചില ബാക്കി എടുക്കും. 350. ബാക്കിയില്ലേ? ഈ എന്തോന്നടേ സണ്ണി ഇത്? അവിടെ ചേരുമോ? ബാക്കിയില്ല. ശരി ശരി, ഓട്ടമൊന്നും ഇല്ലല്ലേ? ചെല്ലു ചെല്ലു. വിട്ടോ പോകോ. കാണാം, ഇത് കാണാം. അങ്ങ നീ അങ്ങോട്ടോ. അവിടെ പോയിരിക്കാം അമ്മ. കുറച്ച് നേരം ഇവിടെ ഇരിക്കാം, പിന്നെ അങ്ങോട്ട് വരാം. എന്തായി മരുന്ന് പിടിച്ചോ? ഓട്ടോറിക്ഷയ്ക്ക് 3 വീലായത് ഭാഗ്യം, ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു 1000 രൂപ. എന്തൊരു കഷ്ടായി പോയില്ലേ പാവം. അമ്മ എന്ത് ചെയ്യണം? അവിടെ ഇരിക്കട്ടെ ഇച്ചിരി പറഞ്ഞ അച്ഛൻ്റെ ഫോട്ടോയുടെ താഴെ ഇരിപ്പുണ്ട്. അച്ഛൻ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിക്കുന്നതായിരിക്കും. വല്ല ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്താൽ പോരെ. വലിഞ്ഞ് കസേരയും കട്ടിലെ മണ്ടയിലേക്ക് കയറിയ ഇതെന്ത് എഴുതണേ? ഇത് കണക്കേ ചെലവായ കാശിന്റെ. എന്താ മേളിൽ എഴുതിയേക്കണേ 350? നിങ്ങൾ എന്തി പൊത്തി പിടിക്കണേ? ഞാനും കൂടി കാണട്ടെ. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ. അത് പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്തതാ 350 രൂപ. അയ്യോടാ, ഓട്ടോറിക്ഷയ്ക്ക് 325 ആയുള്ളൂ. അങ്ങനെ കൂട്ടി പറയണ്ട. അല്ല, 25 രൂപ ബാക്കി തരാമെന്നാണ് പറഞ്ഞത്. തന്നില്ല, ചില്ലറ ഇല്ലാത്തതുകൊണ്ട്. അത് തരണമെങ്കിൽ മേടിക്കാം. പിന്നെ ഞാനത് അഡ്വാൻസ് ആയിട്ട് അവൻ ഇനി തരില്ല. അതൊക്കെ ആരാ ഇനി തരണത്? പോട്ടെ. 25 രൂപയ്ക്ക് നിങ്ങൾക്ക് വില ഉണ്ടാവില്ല. ചെലവിന്റെ പുറത്ത് ചെലവ് തന്നെ. 3500 രൂപ രാവിലെ നടരാജൻ്റെ നിന്ന് കടം മേടിച്ചാണ്. ഇതെല്ലാം ഇങ്ങനെയായി. 500 ഡോക്ടർക്ക്, എക്സ്റേ 400 രൂപ. ഇതിനിടയ്ക്ക് ECG എടുപ്പിച്ചേക്കാം അവന്മാരെ, ഒരു കാര്യമില്ലാതെ. എപ്പെടുത്ത് ക്ലീറ്റോ ECG? ഞാൻ കണ്ടില്ലല്ലോ. ECG എന്താണെന്ന് നിനക്കറിയാം? കുറെ വള്ളിയൊക്കെ ഇട്ടിട്ട് അവിടെ ഇവിടെ കുത്തി. അതൊന്നും അമ്മേനെ ചെയ്തില്ല. പിന്നെ വീടിന് ECG എടുക്കണത് കാര്യത്തിനാ? കർത്താബേ, ഈ 300 രൂപ ECG അമ്മയ്ക്ക് എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വല്ലതും കിട്ടുമോ? ആ 300 രൂപ നിങ്ങൾക്ക് പോക്കറ്റിലാക്കാലോ. ഒരെണ്ണം തന്നാണല്ലോ, വൃത്തികെട്ടം. അത് പറയണം. ECG മരുന്നെല്ലാം കൂടെ 800, 870. എന്റെ പൊന്നി, മരുന്നിന് എടി, മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലും മറ്റേ ഇത് ഓയിൻമെന്റും അതും ഇതും ഇട്ടാ വള്ളി ഇട്ടതും അവന്മാർ ഇത് ചെയ്തതും ഗുളിക മരുന്നുണ്ട്. ഗുളികയ്ക്കും അതിന് ആകെ ബാൻഡേഡ് മാത്രമേ മേടിച്ചുള്ളൂ. നീ എന്നെ കൊണ്ട് പോലും പറയിക്കരുത് കേട്ടോ. മൊത്തം കള്ളക്കണക്കാ. ചായയും പടയും കൂടെ 50 രൂപ. ചായ മേടിച്ചെന്ന് ആ കണക്ക് എഴുതിക്കോ. വേണ്ട, അത് വെട്ടി പ്രശ്നം തീർന്നല്ല. അങ്ങനെ മൊത്തം 2570. പിന്നെ 500 രൂപ മറ്റേ പച്ചക്കറി കടയിൽ അയാൾക്ക് കൊടുക്കണം, രാവിലെ സാധനം മേടിച്ചത്. പിന്നെ 500 രൂപ കറണ്ടിൻ്റെ നടരാൻ്റെ അടുത്ത് ഞാൻ അടയ്ക്കാൻ പറഞ്ഞു. 400 ഇത്ര രൂപയാണ് 500ആയിട്ട് അടച്ചോളാൻ പറഞ്ഞു. മൊത്തം 3500 രൂപ. കിട്ടിയ 3500 തീർന്നു. അമ്മയുടെ പൈസ മേടിക്കും. പിന്നെ ഇപ്പൊ അമ്മ വീണ അവിടെ വന്ന് ഇരുന്നതേ ഉള്ളൂ. ഇനി പോയി പെൻഷൻ കാശിന്റെ കാര്യം പറ. പോടും. അതെ, ഞാൻ നടരാജന് വൈകിട്ട് കൊടുക്കാന്ന് പറഞ്ഞ് മേടിച്ചാണ്. നടരാജനല്ലേ, നാളെ രാവിലെ തരാന്ന് പറ. എങ്ങനെ? നാളെ രാവിലെ കൊടുക്കാൻ നടന്നു തന്നെ. അവന്റെ ഭാര്യ അറിയാതെ അലമാരയിൽ നിന്ന് എടുത്തു തന്നതാ. അത് കുഴപ്പമില്ല. നിങ്ങൾ ഞാൻ അറിയാതെ എന്തോരം പൈസ എടുത്തിട്ട് പോകണം. തമാശ വിളിക്കരുത്. തമാശയൊന്നും അല്ല. അമ്മ എങ്ങനെയുണ്ട്? ആശ്വാസം ഉണ്ടാ? ഇനി അടുത്ത കസേരയിലോട്ട് കേറ്. പറഞ്ഞ എന്ത് ചെയ്ത അമ്മയ്ക്ക് മനസ്സിലാവൂല. ആ കനകം വിളിച്ച് എന്നെ എന്തോരം ചീത്ത പറഞ്ഞെന്നറിയോ? വീണേന് അവൻ ചീത്ത പറഞ്ഞ. വേദന എങ്ങനെയുണ്ട്? വേദന അത്ര വലിയ ഒരു വല്ലാത്ത ഒരു കഴപ്പ് പോലെ, ഇങ്ങനെ ഒരുമാതിരി ഇതായിട്ട്. 2 ദിവസം ഇത് ഇടണം. ഒടിയാഞ്ഞത് ഭാഗ്യം. അതിൽ ആ വീഴ്ച കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞു, അയ്യോ ഒടിയാത്തത് ഭാഗ്യമെന്ന്. വല്ലാത്തൊരു വീഴ്ച ആയില്ല, കസേര അങ്ങ് മറിഞ്ഞു. ഞാനങ്ങ് പേടിച്ചു പോയി. നല്ല ആളെയും കൂടെ കൊണ്ടല്ലേ അമ്മ പോയത്. അവളെ മണ്ടേ കൂടെ അമ്മ വീഴാത്ത നന്നായി. എന്തിനാണ് അവളെ കുറ്റം പറയുന്നത്? ഞാൻ ആ കസേരയെ ചാടി കയറിയിട്ടല്ലേ കസേര വടമെന്ന് പറഞ്ഞു. ഞാനങ്ങ് പേടിച്ചു. അതെ, അവനവൻ്റെ പ്രായം ഒന്ന് ഓർമ്മിക്കണം. 37 അല്ല 73 എന്തെങ്കിലും പറയുമ്പോൾ ആവശ്യമില്ലാത്ത പറയാം. പിന്നെ അല്ല, ഭഗവതി കാത്തെന്ന് പറഞ്ഞാൽ മതിയല്ലേ. മണ്ടയ്ക്കാട്ടമ്മയുടെ വിഗ്രഹം പുതുക്കി പണിയുന്നു. ശരിക്കും പഞ്ചലോഹത്തില്. പിന്നെ ഞാനൊരു 10,000 രൂപ കൊടുത്ത് നേർച്ചയായിട്ട്. നന്നായി. അമ്മയെ പൈസ ഉണ്ടായിട്ടൊന്നും അല്ല, ഇവിടത്തെ ഈ ദുരിതങ്ങളും അനർത്ഥങ്ങളും ഒക്കെ മാറാൻ വേണ്ടി ഞാൻ എൻ്റെ ഈ പ്രാവശ്യത്തെ പെൻഷൻ മുഴുവനും അങ്ങ് അവിടെ കൊടുത്തു. നിങ്ങൾ 2 കൂട്ടരും കൂടെ വരില്ല രസീത് എഴുതിയിരിക്കുന്നത് എൻ്റെ കവറിൽ ഇരിപ്പുണ്ട്. അവളെ ഞാൻ കൊടുത്തയക്കാം. എന്താ എനിക്കൊരു വല്ലാത്ത മയക്കം, എന്താണെന്ന് അറിയുന്നില്ല. ഞാനേ ഒരു പകുതി ഗുളിക ഒന്നെടുത്ത് കഴിക്കാം. കഴിച്ചിട്ട്
ഞാൻ പോയി കിടക്കണം. ഓജെ പിടിച്ചോ. എനിക്ക് ഒരു തല കറക്കം പോലെ. മകനതിന് പൈസ കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്യും? ആ പലചരക്കടക്കാരന് ഞാൻ എങ്ങനെ പൈസ കൊടുക്കും? ഒരു കാര്യം ചെയ്യാൻ ക്ലീറ്റോ, അമ്മ ഇപ്പൊ രസീത് തരൂലേ, ആ രസീതിന്റെ പകുതി നമുക്ക് പലചരക്കടക്കാരന് കൊടുക്കാം, പകുതി നടരാജനും കൊടുക്കാം.